ശ്രീ മാത്യു കുഴൽനാടൻ, ഇപ്പോൾ ഇവിടെ ചർച്ചാ വിഷയമായിരിക്കുന്നത് കേരളത്തിൻ്റെ കടമാണ്. കേരളം ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ ഈ നീതി ആയോഗിൻ്റെ റിപ്പോർട്ട്, അതുപോലെ തന്നെ CAG റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചല്ലോ. നീതി ആയോഗിൻ്റെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് റിപ്പോർട്ട് 2025 ഇപ്പോൾ ഇതിനോടകം തന്നെ പൊതുരേഖയായിട്ടുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് പരമ്പരാഗതമായി തന്നെ ഈ കടം വർദ്ധിക്കുന്നതിൻ്റെ പാറ്റേൺ ഉണ്ട്. അതേസമയം തന്നെ എക്സ്പെൻഡിച്ചർ ഏത് തരത്തിൽ എന്നുള്ളതൊരു വിഷയമാണ്. മൂലധന ചെലവുകൾക്കാണോ നിത്യനിദാന ചെലവുകൾക്കാണോ പണം ഉപയോഗിക്കുന്നത് എന്ന പ്രശ്നം അവിടെ നിൽക്കുന്നു. സർക്കാരിന്റെ ക്ലെയിംസിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ അദ്ദേഹത്തെ വേറെ രീതിയിൽ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അദ്ദേഹം ഇന്ന് മന്ത്രി ഉദ്ധരിച്ച രേഖ എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണിച്ചെങ്കിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് ഡെപ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, ഡെപ്റ്റ് ഇൻഡെക്സ് എന്നത് 25% താഴെയാണ് എന്നുള്ളൊരു വാദമാണ് അദ്ദേഹം ഇവിടെ ഉന്നയിച്ചത്. അത് തന്നെ എടുത്തു വെച്ചിട്ടാണ് അദ്ദേഹത്തോട് പറയുന്നത്. പക്ഷെ നോക്കേണ്ടത് ഫിനാൻഷ്യൽ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്ന, അതായത് ഓവറോൾ ഒരു സ്റ്റേറ്റിൻ്റെ സാമ്പത്തിക നിലയെ സംബന്ധിച്ചുള്ള റാങ്കിങ് അതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. മേജർ സ്റ്റേറ്റ്സ് ആയ 18 സ്റ്റേറ്റിനെ പരിഗണിച്ചപ്പോൾ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 15ാം സ്ഥാനമാണ്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കോളം മാത്രം എടുത്ത് അത് മാത്രം 23 എന്ന് പറഞ്ഞ് മെയിനി നടിക്കുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ റാങ്കിങ് അതിൻ്റെ അടുത്ത പേജിൽ സ്റ്റേറ്റ് വൈസ് കോമ്പോസിറ്റ് FHI സ്കോർ ഹീറ്റ് മാപ്പ് എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ഭൂപടം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മികച്ച രീതിയിൽ പോകുന്ന ഒരു അച്ചീവർ, അതിൻ്റെ താഴെ വരുന്ന ഒരു ഫ്രണ്ട് റണ്ണർ, അതിൻ്റെ താഴെ വരുന്നത് പെർഫോമർ, ഏറ്റവും താഴെ വരുന്നത് ആസ്പിറേഷണൽ കാറ്റഗറിയിൽ 4 സ്റ്റേറ്റുള്ളൂ. അതൊന്ന് കേരളം, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്. ഈ രേഖ എടുത്തു വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒരു കോളം 25% താഴെയാണ് ഡെപ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് മുഴുവൻ വാദവും നിരത്തുന്ന ഈ രീതിയാണ് ഇവരുടേത്. ഇങ്ങനെ വാദിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ ഇതാക്കാൻ വേണ്ടി പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ നിങ്ങളുടെ ധനമന്ത്രി ഉദ്ധരിച്ച രേഖയും ഉദ്ധരിച്ച കണക്കും എന്ന് പറയുന്നത് ഇതാണ്. അങ്ങ് സംശയിക്കേണ്ട. അങ്ങ് വേണമെങ്കിൽ ഇത് ഒന്നുകൂടി പരിശോധിച്ചു. ഫിനാൻഷ്യൽ ഹെൽത്ത് ഇൻഡെക്സ് വെച്ചിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് തന്നെ അടുത്ത പേജിൽ ഇത് വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ചാൽ മനസ്സിലാവും കേരളം എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾ കേരളം മോശമാണ്, കേരളം ഇതാണത്. ഇനി രണ്ടാമതൊരു കാര്യം അഭിലാഷ്, ഇപ്പോൾ ഞങ്ങൾ നിയമസഭയിൽ ഇരുന്ന് പാസ്സാക്കിയ കണക്ക് ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച് ഇത്ര കോടി ഇതിന് അലോക്കേറ്റ് ചെയ്യുന്നു, ഇത്ര കോടി ഇന്ന സെക്ടറിന് അലോക്കേറ്റ് ചെയ്യുന്നു, ഇത്ര കോടി ഇന്ന വിഭാഗത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വോട്ടിനിട്ട് പാസ്സാക്കി നിയമസഭയുടെ മുമ്പിൽ കണക്കായി വന്ന അതാണ് പദ്ധതി എന്ന് പറയുന്നത്. ആ പദ്ധതിയിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി 50% വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശം കൊടുത്താൽ നിയമസഭയെ പോലും ബൈപ്പാസ് ചെയ്ത് പദ്ധതി വെട്ടിക്കുറവ് വരുത്തിയില്ല എന്ന് പറയാൻ കഴിയുമോ? ആ ഉത്തരവ് നമ്മൾ ചർച്ച ചെയ്തതല്ലേ. പദ്ധതി അട്ടിമറിക്കുകയും പദ്ധതി വെട്ടിച്ചുരുക്കുകയും ചെയ്യുന്നത് എല്ലാം സുഭിക്ഷവും എല്ലാം നിറച്ചുകൊണ്ടായിട്ടാണോ? ഇവർ പറയുമ്പോൾ പറയും എല്ലാം സുഭിക്ഷമാണ്, ഞങ്ങൾക്കെല്ലാം ഇവിടെ ഓണം ഉണ്ടോ കണ്ടില്ലേ, എല്ലാം ഉണ്ടല്ലോ മറ്റൊന്നും മറിച്ച. പക്ഷേ പദ്ധതി 50% വെട്ടിക്കുറയ്ക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കേൾക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ഉണ്ടാവുമല്ലോ. LSGDയുടെ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി പണം നിങ്ങൾ എത്രയോ ആണ് വെട്ടിക്കുറച്ചത്. ഇനി ഒരു കാര്യം ബിലാശേ, ഇതിനു മുമ്പ് സാമ്പത്തിക പ്രയാസമൊക്കെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു വർഷം ഒരു പഞ്ചായത്തിന് 1 കോടി രൂപ അനുവദിച്ചു എന്ന് കൂട്ടി, 1 കോടി രൂപ ഫോർ എക്സാമ്പിൾ. അവർക്ക് ആ സമയത്ത് ആ സാമ്പത്തിക വർഷത്തിൽ 80 ലക്ഷമേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. 80 ലക്ഷമേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂങ്കിൽ അത് അടുത്ത് സ്പില്ലോവറായി അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ അടുത്ത വർഷം 1 കോടി 10 ലക്ഷമാണെങ്കിൽ ആ 1 കോടി 10 ലക്ഷം കിട്ടുന്നത് കൂടാതെ കഴിഞ്ഞ വർഷത്തെ ബാക്കി ഉണ്ടായിരുന്ന 20 ലക്ഷം കൂടി അവർക്ക് കിട്ടും. ആദ്യമായിട്ട് ഈ ധനമന്ത്രിയും ഈ സർക്കാരുമാണ് ഈ കഴിഞ്ഞ വർഷം കൊടുക്കാത്ത 20 ലക്ഷം പിറ്റേ വർഷം കൊടുക്കുന്ന 1 കോടി 10 ലക്ഷത്തിൽ നിന്നും എടുക്കണം എന്നുള്ളത് കൊണ്ടുവന്നത്. ആ സ്പില്ലോവർ ക്യാരി ചെയ്യുന്ന പൈസ പഞ്ചായത്തുകൾക്ക് കൊടുക്കാതിരുന്നു. ആദ്യമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വെട്ടിക്കുറവ് വരുത്തിയെന്ന് നിങ്ങൾ പറയും. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയട്ടെ. ഇനി അത് മാത്രമാണോ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത്? എന്താ, പല സമയത്തും പേപ്പറിൽ അലൊക്കേഷൻ പൂർത്തീകരിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പേപ്പറിൽ ഇത് ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി മാർച്ച് 31 അവസാനത്തെ ദിവസം പൈസ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിന് മുമ്പ് ട്രഷറി ബാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞത്, വിശന്നിരിക്കുന്നവൻ്റെ മുമ്പിൽ ആദ്യം അവൻ്റെ കൈ പുറകി പിടിച്ച് കെട്ടിയിട്ട് ബിരിയാണി വിളമ്പി വെച്ചിട്ട് എടുത്തുകൊണ്ട് പോകുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. അതായത് ആ പൈസ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ കണക്ക് നോക്കുമ്പോൾ എന്താണ്, പഞ്ചായത്തുകളുടെ അക്കൗണ്ടിലേക്ക് ഈ പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഈ നിലയ്ക്കുള്ള മാനേജ്മെൻറ്റാണ് ഇവരുടെ.
ഈ നിലയ്ക്കുള്ള ഫിനാൻഷ്യൽ ഇത് അൺഎത്തിക്കലാണെന്ന് മാത്രമല്ല ഒരു സർക്കാരും ഒരു ഗവൺമെന്റും ചെയ്യരുതാത്ത ദിസ് ഇസ് ഹൈലി അൺഎത്തിക്കൽ. ആരെ പറ്റിക്കാനാണ് നിങ്ങൾ ചെയ്യുന്നത്? പക്ഷേ ട്രഷറി ബാൻ ഉണ്ടെങ്കിൽ ട്രഷറി ബാൻ ഉണ്ട്, ഇന്നാണ് സ്ഥിതി എന്ന് ജനങ്ങളോട് പറയണം. ഇത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഇന്ന് ഈ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. ഇന്ന് അവർ പറയുന്നത് കേട്ടാൽ തോന്നും ഇന്ത്യ രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ. ഇനി ഞാൻ സമയം അധികരിച്ചെങ്കിൽ അടുത്ത റൗണ്ടിൽ